നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നലെയായിരുന്നു ഞാൻ ആ ബൊട്ടിക്കിലൊക്കെ പോയി ഒക്കെ എല്ലാം ഒരുപാട് കളക്ഷൻസൊക്കെ നിങ്ങളെ കാണിച്ചില്ലേ. അപ്പം ഇന്നലെ ചെയ്യേണ്ട കുറച്ച് വർക്കുകളുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും അത് കൂടാതെ തന്നെ ഇന്ന് വൈകുന്നേരം എനിക്ക് അമ്മയുടെ അടുത്തൊന്ന് പോകണം. അപ്പം കുറച്ച് തിരക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പണിയുണ്ട്, കുറച്ച് വർക്കുണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു വീഡിയോ നിങ്ങളെ കൂടെ കാണിക്കേണ്ടതാണ് എന്ന് വിചാരിച്ചത്. കാരണം ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വർക്ക് എന്ന് പറഞ്ഞാൽ അക്ഷരസ്ത്രീയുടെ ഈ മാഗസിനെ കുറിച്ചാണ്. അപ്പം അക്ഷരസ്ത്രീ എന്ന് പറഞ്ഞൊരു ലിറ്റററി വുമൺ ഓർഗനൈസേഷനെ കുറിച്ച് അതിന് മുമ്പ് പറയാം. അപ്പം ഞാനും അക്ഷരസ്ത്രീയിലെ മെമ്പറാണ്. ഇനി എന്താണ് ഈ അക്ഷരസ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ ആഗ്രഹമുള്ളവർക്ക്, എഴുതാൻ താല്പര്യമുള്ളവർക്കും വായിക്കാൻ ഇഷ്ടമുള്ളവർക്കും അംഗമാകാവുന്ന ഒരു ഗ്രൂപ്പാണ് അക്ഷരസ്ത്രീ ദ ലിറ്റററി വുമൺ. അത് എഴുതണമെന്ന് മസ്റ്റൊന്നുമില്ല, വേണമെങ്കിൽ എഴുതിയാൽ മതി. പക്ഷേ എഴുതിയത് വായിക്കാം നമുക്കതിനകത്ത്. ഒരുപാട് റൈറ്റേഴ്സ് എല്ലാം ചേർന്ന് വരുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൂടാതെ തന്നെ അക്ഷരസ്ത്രീ ദ ലിറ്റററി വുമൺ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിഷേഴ്സും കൂടിയാണ്. അപ്പം ഞാനും ഇതിലെ മെമ്പറായിട്ട് കുറച്ച് നാളായി. അപ്പം എനിക്കും സ്വല്പമൊക്കെ ഞാൻ എഴുതുകയുള്ളായിരുന്നു അതിനു മുമ്പ്. കുറച്ചൊക്കെ എഴുതുമായിരുന്നു. പിന്നെ ഇതുപോലെ ലേഖനങ്ങൾ എനിക്ക് എഴുതാൻ താല്പര്യമുണ്ടായിരുന്നു, പണ്ടേ മുതൽ താല്പര്യമായിരുന്നു. അപ്പോൾ ആ ലേഖനങ്ങൾ ഞാൻ എഴുതുമായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോഴും എഴുതുമായിരുന്നു. അപ്പം ഇപ്പോഴും ഞാൻ അക്ഷരശ്രേണി ഇപ്പം ഈ മാഗസിനിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്, ഇൻ്റർവ്യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു ഫേമസ് പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പോൾ അത് ചെയ്യാറുണ്ട്. കഥകൾ എഴുതാറുണ്ട്. കവിതകൾ ഞാൻ എഴുതിയിട്ടില്ല, കവിതകളിൽ തൊട്ടിട്ടില്ല. പക്ഷേ ഇതെല്ലാം എഴുതുന്നത് കവിത, സീരീസ്, ട്രാവലോഗ്സ്, ഇങ്ങനെ എല്ലാം എഴുതാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ എഴുതുന്നവരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ ഒരുപാട് മെമ്പേഴ്സാണ് ഈ അക്ഷരസ്ത്രീ ദ ലിറ്റററി വുമൺ ഓർഗനൈസേഷന്. ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ട് 10ാമത്തെ വർഷമാണിത്. അപ്പം എൻ്റെ മിസ്സാണ് എന്നെ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച മിസ്സാണ് ഈ അക്ഷരസ്ത്രീയുടെ പ്രസിഡൻറ്റ്, ഡോക്ടർ അനീമ ജോസഫ് എന്നാണ് പേര്. അപ്പം ഞാനിത് നിങ്ങളോട് എന്താ പറയുന്നതെന്ന് വിചാരിച്ചാൽ, ഇപ്പം എൻ്റെ പ്രേക്ഷകരിലും ഒരുപാട് പേര്, എൻ്റെ ചാനൽ കാണുന്നവർ ഒരുപാട് പേര് സ്ത്രീകൾ കാണും അല്ലേ. അതിൽ എഴുതാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേര് കാണും. എന്നുവെച്ചാൽ എഴുതി കഴിഞ്ഞിട്ട് അത് അടച്ചു വെച്ച് ആരെയും കാണിക്കാതെ വെക്കുന്നവർ ഇഷ്ടംപോലെ പേര് കാണും. അപ്പം അവർക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഗ്രൂപ്പ്, ഈ അക്ഷരസ്ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ. അപ്പം ഇതിൽ നമുക്കൊരു പുസ്തകം എഴുതേണ്ട കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് മന്ത്ലി ഈ മാഗസിനിലൂടെ നമുക്കത് എഴുതുമ്പം നമുക്കൊരു 12 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പുസ്തകം എഴുതാനുള്ള കണ്ടന്റ് നമുക്ക് കിട്ടും. പിന്നെ അതിനെല്ലാം കൂടെ എടുത്ത് നമുക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാം. പബ്ലിഷറും കൂടെ ആയതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വളരെ നല്ല സുഖത്തോടെ, നല്ല സൗകര്യത്തോടു കൂടി നമുക്ക് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി അക്ഷരസ്ത്രീ ദ ലിറ്റററി വുമണിനെ കുറിച്ച് പറയാനുള്ളത്, സാധാരണ പബ്ലിഷേഴ്സിൻ്റെ കയ്യിൽ നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരാണ് ആ ബുക്ക് സെല്ല് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ബുക്കിലേക്ക് ഒരു റൈറ്റ് ഒന്നുമില്ല അല്ലേ, അങ്ങനെയല്ലേ സാധാരണ. നിങ്ങൾ ആരൊക്കെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കാം. കാരണം പിന്നെ നമുക്കൊരു റൈറ്റ് ഒന്നുമില്ല, നമുക്ക് ആ ബുക്കിനൊന്ന് സെല്ല് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ അതെല്ലാം പബ്ലിഷേഴ്സാണ് ഏറ്റെടുക്കുന്നത്. അതേ സമയത്ത് ഈ അക്ഷരസ്ത്രീ ആണെങ്കിൽ അക്ഷരസ്ത്രീ പബ്ലിഷ് ചെയ്യും, ISBN നമ്പർ എടുത്തു കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷേ അക്ഷരസ്ത്രീ ഈ മെമ്പേഴ്സിന് ഫ്രീ ആയിട്ട് അവരുടെ ബുക്ക് എവിടെ വേണമെങ്കിലും സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഞാൻ നോക്കിയിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും മികച്ചതായിട്ടുള്ളൊരു കാര്യവും ഈ പബ്ലിഷേഴ്സ് ആണെന്നുള്ള ഒരു കാര്യമാണ്. അത് സ്ത്രീ പബ്ലിഷേഴ്സാണ്. അക്ഷരസ്ത്രീ ദ വിമൻ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് മുഴുവൻ പേരും സ്ത്രീകളാണ്. ഇതിൽ വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങളാണ്, നെറ്റ് ഇന്ത്യ നമ്മുടെ കമ്പനി തന്നെയാണ്. അതുകൂടാതെ ഈ മാഗസിൻ്റെ ബാക്കിയുള്ള വർക്കുകളെല്ലാം, ഈ മാഗസിൻ്റെ മന്ത്ലിയുള്ള അപ്ഡേഷൻസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഒരുപാട് പേര് ഒരുപാട് റൈറ്റേഴ്സ് അയച്ചു തരും. അതുകൂടാതെ ഗസ്റ്റ് റൈറ്റേഴ്സിനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റൈറ്റേഴ്സ് അയച്ചു തരുന്നതിനെല്ലാം നമുക്കൊരു എഡിറ്റിംഗ് പാനലുണ്ട്. ഇംഗ്ലീഷിനും എഡിറ്റിംഗ് പാനലുണ്ട്, മലയാളത്തിനുണ്ട്. ബൈലിംഗുലാണ് മാഗസിൻ. അപ്പോൾ എല്ലാ മന്തും ഇത് റിലീസ് ചെയ്യും. അപ്പോൾ ഇതിൽ കഥയുണ്ട്, കവിതയുണ്ട്, സീരീസുണ്ട്, എല്ലാം ഉണ്ട്, സ്റ്റോറീസ് ഇഷ്ടം പോലെ. അതുപോലെ ചിൽഡ്രൻസ് കോർണർ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുട്ടികൾക്കും എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഇതിലൊരു ചാൻസ് ഉണ്ട്. അവരുടെ എന്തെങ്കിലും ഒരു ക്രിയേഷൻ പബ്ലിഷ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമില്ലേ. അപ്പം അതും ഈ അക്ഷരസ്ത്രീ വഴി ചെയ്യുന്നുണ്ട്.
അപ്പം ഇതിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് ഒരു ഇതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ അടുത്ത സബ് കമ്മിറ്റി ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ എല്ലാ മെമ്പേഴ്സും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ ഒരു അക്ഷരസ്ത്രീ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാലും പറയുകയാണ്, ഇതിന് പ്രസിഡന്റ് ഡോക്ടർ അനീമ ജോസഫാണ്, പാട്രൺ ശ്രീമതി പുഷ്പമ്മ ചാണ്ടി, പിന്നെ സെക്രട്ടറി നമ്മുടെ രമണിയമ്മാളാണ് സെക്രട്ടറി, പിന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി രമണിയമ്മാളാണ്. പിന്നെ ബാക്കി ഉള്ള ഒരുപാട് പദവികളിൽ ഒരുപാട് പേരുണ്ട്. ഞാനും അതിനകത്ത് ഒരു അംഗമാണ്, PRO ആണ് ഞാനും. പിന്നെ ഇതിന് തിരുവനന്തപുരം മാത്രമല്ല, ഇതെല്ലായിടത്തും ഇതിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അക്ഷരസ്ത്രീയുടെ വൈക്കത്തുണ്ട്, എറണാകുളത്തുണ്ട്, കോട്ടയമാണ് ഇതിൻ്റെ ആസ്ഥാനം, തിരുവനന്തപുരമുണ്ട്, ചെന്നൈ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും എഴുതാൻ താല്പര്യമുള്ളവർക്കും എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കും ഭയം കൂടാതെ ആരെയും പേടിക്കാതെ സുന്ദരമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അക്ഷരസ്ത്രീ. എനിക്ക് അക്ഷരസ്ത്രീ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. അപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. കറണ്ട് അഫയേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോബായിരുന്നു ജേർണലിസം എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് പോകാൻ അന്നത്തെ കാലത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ, അതുപോലെ ദൂരദർശനിലെ ന്യൂസ് റീഡർ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോബായിരുന്നു. അപ്പം അതിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ അന്ന് ആ ഒരു ഇതിലേക്ക്, ആ ഒരു പ്രൊഫഷനിലേക്ക് തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ മാറ്റിവെച്ചു. പക്ഷേ എനിക്ക് ആ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് എഴുതാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാൻ, ലേഖനങ്ങൾ എഴുതാൻ ഒക്കെ എനിക്ക് ഭയങ്കര താല്പര്യം. എനിക്ക് കഥയും കവിതയെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഈ ലേഖനങ്ങളിലോടാണ് കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെ വളരെ കുറച്ചൊക്കെ ഞാൻ എഴുതുമായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞതിന് ശേഷം ആ ടച്ചേ വിട്ടുപോയി, കമ്പ്യൂട്ടറൊക്കെ ആയി, ആ ടച്ചങ്ങ് വിട്ടുപോയി. പിന്നെ ഈ അക്ഷരസ്ത്രീയിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലുള്ള എല്ലാ റൈറ്റേഴ്സും എന്ന് വെച്ചാൽ എല്ലാ മെമ്പേഴ്സും വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ സ്ട്രോങ് പില്ലറായിട്ടുമാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എൻകറേജ്മെൻറ്റ്, നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു ടീം ഓഫ് മെമ്പേഴ്സാണ് അക്ഷരസ്ത്രീ. അപ്പോൾ അവർ പറഞ്ഞ് എഴുതണം, ഉറപ്പായിട്ടും എഴുതണം, എല്ലാവരും മസ്റ്റായിട്ട് എഴുതണം എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മാഗസിനകത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഞാൻ ലേഖനങ്ങൾ എഴുതാറുണ്ട്. പിന്നെ ഒരു നോവലെന്തോ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അത്ര ശരിയല്ല. എനിക്ക് നോവലൊന്നും എഴുതാനുള്ള അത്രയും ഒരു ഇതൊന്നുമില്ല. എനിക്ക് ഈ ലേഖനങ്ങളിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നെക്കാളും നന്നായിട്ട് എഴുതുന്ന ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്. അവർ വീട്ടമ്മമാരുണ്ട്, IT പ്രൊഫഷണലായിട്ടുള്ളവരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ബാക്കി എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരുണ്ട്, ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുടെ എല്ലാം സ്ത്രീകളാണെന്ന് മാത്രം. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതാൻ താല്പര്യമുള്ളവരോ എഴുതിക്കൊണ്ടിരിക്കുന്നവരോ, ആരെയും കാണിക്കാതെ അടച്ചു വെച്ചിരിക്കുന്ന കഥയും കവിതകളും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്ഷരസ്ത്രീ ദ ലിറ്റററി വുമൺ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അക്ഷരസ്ത്രീക്ക്, അതുകൂടാതെ ഈ മാഗസിന് വെബ്സൈറ്റ് ഉണ്ട്. ഇന്ന് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എഴുതാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരൂ. അവരുടെ കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അക്ഷരസ്ത്രീ ദ ലിറ്റററി വുമൺ ഓർഗനൈസേഷൻ. ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു, ഇന്നലെ ചെയ്യേണ്ട വർക്കായിരുന്നത്, അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും എഡിറ്റേഴ്സ്, ഇതിനൊരു എഡിറ്റിംഗ് പാനൽ കൂടെ ഉണ്ട്. അപ്പോൾ എഡിറ്റേഴ്സ് അയച്ചു തന്നിട്ടുണ്ട് മെമ്പേഴ്സിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അടുത്ത മാസത്തേക്ക് ഡിസംബർ 1-ാം തീയതിയോ 2-ാം തീയതിയോ ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി. അപ്പം ഇന്ന് വൈകുന്നേരം അമ്മയുടെ അടുത്ത് പോകുന്നതുകൊണ്ട് സമയം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പം അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ നിങ്ങളോട് ഇത് 2 വാക്ക് അക്ഷരസ്ത്രീയെക്കുറിച്ച് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, എന്നാലും സമയമുള്ളപ്പോൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. എന്നെപ്പോലെ ഒരുപാട് പേര് എഴുതാൻ ആഗ്രഹിക്കുന്നവരും എഴുതിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ അവരൊക്കെ വരൂ, സുന്ദരമായിട്ട് എഴുതാൻ പറ്റും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം പണ്ട് എൻ്റെ കോളേജിൽ പഠിച്ചവരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർ ചോദിക്കാറുണ്ട്, എന്ത് സത്യം പണ്ടൊന്നും എഴുതൂലായിരുന്നല്ലോ, ഇപ്പോൾ എഴുതാൻ തുടങ്ങി, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നന്നായിട്ട് എഴുതുന്ന കാണാമല്ലോ. പക്ഷേ ഇതെല്ലാം ഈ ഫേസ്ബുക്കിൽ എഴുതുന്നതെല്ലാം കാരണം, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അക്ഷരസ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് അക്ഷരസ്ത്രീയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യും.
പിന്നെ ഒരു കാര്യം കൂടി, ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഫീസ് വളരെ കുറവാണ്. ഒരു മന്ത് 100 രൂപ മാത്രമേ സബ്സ്ക്രിപ്ഷൻ ഫീസുള്ളൂ. ആ സബ്സ്ക്രിപ്ഷൻ ഫീസ് എടുക്കുന്നത് തന്നെ അത് വളരെ നോർമലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ഫങ്ഷൻസ് വരത്തുള്ളൂ. അതിനൊക്കെ ഉള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അല്ലാതെ ഇതിനൊരു ഒരാൾ തന്നെ ഇതിൻ്റെ ക്യാഷ്യറായിട്ടിരുന്ന് അതിൻ്റെ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇവരെല്ലാം ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ കാഷ്യർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അക്ഷരശ്രീയുടെ കണക്കുകൾ മുഴുവൻ നോക്കുന്ന റൂബി മാം എന്ന് പറഞ്ഞൊരു മാമാണ്. എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അവരവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ ഇങ്ങനെയുള്ള ഈ ഓർഗനൈസേഷൻസിനൂടെ കാര്യങ്ങൾ ഇവരെല്ലാം ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അക്ഷരശ്രീയിലേക്ക് വരാനും ജോയിൻ ചെയ്യാനും നിങ്ങളോട് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുക, വായന പ്രോത്സാഹിപ്പിക്കുക, പുതിയ പുതിയ സാഹിത്യകാരനെ തിരിച്ചറിയാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ സാധിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി ഞാൻ മൺഡേ ആയിരിക്കും അടുത്ത വീഡിയോ. മൺഡേ ആയിരിക്കില്ല, മിക്കവാറും നാളെ ഇടും, ചിലപ്പം ഒരു വീഡിയോ ഇടും. അപ്പം നോക്കാം. എന്താണേലും ബൈ.